ഞാൻ പറഞ്ഞു ആ മനുഷ്യന് എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹു താല അയാൾക്ക് ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, എന്ത് കൂലിയാണെങ്കിലും അള്ളാഹു താല കൊടുത്തോളും. അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ച് പടച്ചോൻ അദ്ദേഹത്തിന് കൊടുത്തോളും. കുത്തി വലിക്കാൻ കിട്ടിയ ഒരു അപ്പക്കഷ്ണാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഹദീസ് അങ്ങനെ ഒരു ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ മനുഷ്യനും ഇത് ചെയ്തിട്ടുണ്ടാകുക. അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ച് പടച്ചോൻ അദ്ദേഹത്തിന് കൊടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ ട്രൗസറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുതപ്പിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു ട്രൗസറുമായി ഒരു കാക്ക വന്നു. ആ കാക്ക വന്നുകൊണ്ട് അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. അതിന് മാഷാ അല്ലാഹ് പറഞ്ഞ് പാസാക്കിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു ക്ലിപ്പാണ്. നമ്മുടെ നിഷാദ് മുണ്ടേരി എടുത്ത് ക്ലിപ്പാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചകളും ട്രോളുകളും ഒക്കെയായി മാറി. പിന്നീട് അത് ന്യായീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ രംഗത്ത് വന്നു. സ്വാഭാവികമായും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരുടെ പ്രൂഫ് പോയിന്റ് എന്ന പ്രോഗ്രാമിൽ അത് ചർച്ചയാവുകയും ചെയ്യും. അതിൽ കലിപൂണ്ട മുസ്ലിയാര് എന്റെ ക്ലിപ്പ് കട്ടുമുറിച്ച് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയുകയും ഞാൻ അതിനെ ന്യായീകരിച്ചു എന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് വിസ്ഡത്തിന്റെ വലിയ പണ്ഡിതന്മാരൊക്കെ സംസാരിച്ച് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിൽ മോങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ഇറക്കിയതായി കണ്ടു. നമുക്കതൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വൈറലായ വീഡിയോ ഞാനും നിങ്ങളും കാണുന്നത്. മഹാനായ CM വലിയുള്ളാഹിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രൗസർ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു ഉപ്പാപ്പയുടെ വീഡിയോ ആണ്. സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിനീതനായ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായ ആശയം എന്താണ് എന്ന് മറച്ചു പിടിച്ചുകൊണ്ട് താങ്കൾ എന്താണ് അവിടെ പ്രധാനമായും പറഞ്ഞു വെച്ച ആശയം? ഞാൻ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തെ ന്യായീകരിക്കുന്നെന്ന രൂപേണ താങ്കൾ ന്യായീകരിക്കാതെ പിന്നെ എന്താണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം മൗലവിമാരെന്ന് പറയുന്ന പ്രഗത്ഭരായ ചില ആളുകൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. താങ്കൾക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ വരാൻ തന്നെ കാരണം അത് താങ്കൾ ന്യായീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശരിക്കും ഈ ക്ലിപ്പ് ഉണ്ടാകുന്ന ഒരു അപമാനം, ഇത് നമ്മുടെ മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കുന്ന അപമാനത്തിലാണ്. ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകളുണ്ട് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളായ ആൾക്കാരും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളൊക്കെ പലരും ദീനിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്ന ഭയാനകരമായ ഒരു കാഴ്ച ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇതിൻ്റെയൊക്കെ ചോട്ടിൽ വന്ന് ഈ ചങ്ങായിമാരെ പോലുള്ള ആളുകളുടെ ഇത്തരം വാക്കുകൾ കൊണ്ട് ഭയങ്കര അപമാനമാണ് ശരിക്കും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്നത്. അത് സത്യമല്ലേ? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം ഏർപ്പാടുകളുമായി വരുന്ന ആളുകളെ ന്യായീകരിക്കുന്നു എന്നത് തന്നെയാണ് അവരെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളുമായി വരാനുള്ള ഊർജ്ജം തന്നെ. ആത്മീയ ചൂഷണം നടത്തി ഉദരപൂരണം നടത്തുന്ന പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ പേരിലും ബർക്കത്തിന്റെ പേരിലും പറഞ്ഞു വെച്ച കള്ളക്കഥകൾ എത്രമാത്രമാണ്, അതിന്റെ അപകടം എത്രത്തോളം ഉണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഇസ്ലാം മതം വിടാൻ തന്നെ ഇത് കാരണമായിട്ടുണ്ട് എന്ന് കേവലം പ്രൂഫ് പോയിന്റിൽ ചർച്ചയ്ക്കിരുന്ന പണ്ഡിതന്മാരുടെ മാത്രം വാദമാണോ? നിങ്ങളുടെ അൻസാരി സുഹരി എന്ന വൈറൽ മുസ്ലിയാർ പോലും അത് പറഞ്ഞു വെച്ചിട്ടില്ലേ? അതും ഏതോ ഒരു മുസ്ലിയാരുടെ മകൻ തന്നെ ഇസ്ലാം മതം വിടാൻ വേണ്ടി ഇത് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കബീർ ബഖവിയെ പോലെയുള്ള പ്രഭാഷകന്മാർ ഇത് പറഞ്ഞു വെച്ചിട്ടില്ലേ? അതുപോലെ എത്ര മുസ്ലിയാക്കന്മാർ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കറാമത്തിന്റെ പേരിൽ പച്ച കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്, കറാമത്തിന്റെ പേരിൽ ഇങ്ങനെ കള്ളത്തരം പറയിപ്പിക്കരുത്, മഹാന്മാരുടെ അദബ് ഗഡാണ് എന്ന രീതിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ സംസാരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ കറാമത്ത് എന്ന പേരിൽ കള്ളക്കഥകൾ പറയുന്നതിന് പകരം യഥാർത്ഥ ഹക്ക് എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ ആകുമായിരുന്നോ എന്ന ചോദ്യം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ ചോദിച്ചു വെച്ചിട്ടില്ലേ? അതുകൊണ്ട് മുസ്ലിയാരെ, ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ താങ്കളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതല്ല, പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് ബോധ്യപ്പെടണമെങ്കിൽ താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോ ഒന്നുകൂടെ കാണുക. നമുക്ക് അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പറഞ്ഞു വെച്ചതെന്ന് കേൾക്കാം. നമ്മുടെ നാട്ടിലെ മുജാഹിദുകള്, വഹാബികള്, യുക്തിവാദികള് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം കൊത്തിവലിക്കാൻ കിട്ടിയ ഒരു അപ്പക്കഷ്ണാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് കൊത്തിവലിക്കാൻ കിട്ടിയ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അപ്പക്കഷ്ണമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. അല്ലാതെ ഇതിനെ എതിർക്കാനൊന്നുമല്ലോ താങ്കൾ വന്നത്. എന്തൊക്കെ രൂപത്തിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രൂപത്തിലും ഭാവത്തിലും ക്യാപ്ഷനിലും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇറക്കി അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് താങ്കളുടെ സംസാരത്തിൽ എവിടെയെങ്കിലും ഇത് ഞങ്ങളുമായി ബന്ധമില്ല, ഇത് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നത്, ഇത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ വള്ളി ട്രൗസർ അല്ല എന്ന് താങ്കൾ പറഞ്ഞോ? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ പുതപ്പിക്കാൻ മാത്രം വലിപ്പമുള്ള ട്രൗസർ എങ്ങനെയാണ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടേതാണെന്ന് താങ്കൾ ചോദിച്ചോ? അതിനൊന്നും സംഭവം നടന്നില്ലല്ലോ. താങ്കൾ അതിനെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിയാരെ, അവർക്ക് ഭയങ്കര ആനന്ദമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടുക എന്ന് പറയുന്നത്. നമുക്ക് ആനന്ദമൊന്നുമല്ല. ഇസ്ലാമിന്റെ ലെവലിൽ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയവും അതിൽ വേണ്ട. സഹോദരങ്ങൾ, ഇനി മുസ്ലിയാർ ന്യായീകരിക്കുന്ന ഒരു കോലമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു. പക്ഷേ ഈ സാധുവായ ഈ കാക്കയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവസ്ത്രം എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കി അത് ഷിഫയ്ക്ക് വേണ്ടിയും ബറക്കത്തിന് വേണ്ടിയും ഉപയോഗിച്ചു എന്ന് പറയുന്ന തിരു ഹദീസ്, അങ്ങനെ ഒരു ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ മനുഷ്യനും ഇത് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ന്യായീകരിക്കില്ലാതെ പിന്നെ എന്താണ് മുസ്ലിയാരെ? ഉളുപ്പില്ലേ മുസ്ലിയാരെ? പെട്ടപ്പോൾ ഞൊണ്ടി ന്യായം പറഞ്ഞ് രംഗത്ത് വരാൻ വേണ്ടി പച്ചക്ക് താങ്കൾ ഇവിടെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ കിടക്കുന്നു? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന മാനസിക രോഗി എവിടെ കിടക്കുന്നു? കുടുങ്ങിയപ്പോൾ ഞൊണ്ടി ന്യായം പറഞ്ഞ് വീണ്ടും വരികയാണോ? അദ്ദേഹത്തിന്റെ നിയത്ത് എന്താണോ അതിനനുസരിച്ച് പടച്ചോൻ അദ്ദേഹത്തിന് കൊടുത്തോളും. ഇനി ഇതിന്റെ അപ്പുറം എന്താണ് വേണ്ടത് തെളിവ്? അദ്ദേഹത്തിന്റെ നിയത്ത് എന്താണോ അതനുസരിച്ച് പടച്ചോൻ അദ്ദേഹത്തിന് കൊടുത്തോളും. ന്യായീകരിക്കുക തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നാണമില്ലാതെ വന്ന് പറയുകയാണ് ഇവിടെ വിസ്റ്റംകാർ ക്ലിപ്പ് കട്ട് മുറിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്ന്. പക്ഷെ മുജാഹിദുകൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? നമുക്ക് നോക്കിയാലോ. മുജാഹിദുകൾക്ക് ആഘോഷിക്കാൻ വകുപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത്. എന്താണ്? ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മരണത്തിന് ശേഷം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ വിദായത്ത് വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ഒരു സംഭവമാണ് കൊണ്ടുവരുന്നത്. ഈ മുജാഹിദുകളുടെ ആശയ സ്രോതസ്സും ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയതുമായ വ്യക്തിയാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായ ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായത്ത് വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 18-ാം വാള്യത്തിന്റെ 297-ാം പേജിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ഇബ്നു തൈമിയ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയും ചെയ്ത സംഭവം വിശദീകരിക്കുന്നുണ്ട്. വശരിബ ജമാഅത്തുൻ അൽമാ അല്ലദീ ഫളല മിൻ ഖസ്ലിഹി. ഈ ഇബ്നു തൈമിയെ കുളിപ്പിച്ച വെള്ളത്തിന്റെ ബാക്കി വന്ന വെള്ളം കുറെ ആളുകൾ എന്താകുമായിരുന്നു? കുടിക്കുമായിരുന്നു. മാത്രമല്ല ഈ ഇബ്നു തൈമിയെ കുളിപ്പിച്ചതിന്റെ ബാക്കി വന്ന താളി അത് അവര് വീതം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതിച്ചെടുക്കുമായിരുന്നു എന്നും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും അപ്പക്കഷ്ണം വലിച്ചു കടിച്ച് പറിച്ചു തിന്നുന്നത് പോലെ ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്. ആദ്യം നിങ്ങൾ എന്താക്കുക, ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഈ സാധുവായ കാക്കാന്റെ മെക്കെട്ട് കയറാൻ വരിക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിന് പിന്നെ ന്യായീകരണമല്ലാതെ പിന്നെ എന്താണ് പറയുക? മുജാഹിദുകളെ വായിക്ക് സീല് വെക്കാം എന്ന ധാരണയിലാണ് മുസ്ലിയാർ ഈ സംഭവവുമായി വന്നത്. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം നടന്ന സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് തെളിവ് പിടിച്ചുകൊണ്ട് മുജാഹിദുകൾ ഈ രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഇബ്നു തൈമിയ റഹിമഹുള്ള എന്ന വലിയ പണ്ഡിതനെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഇത്തരം ഒരു ഏർപ്പാട് ചെയ്തു. അതൊന്നും ദീനിൽ തെളിവായി കൊണ്ടുവരേണ്ട ഒരു സംഭവം അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുക എന്നതല്ലാതെ അതിനെ ആരെങ്കിലും ഈ രീതിയിൽ മഹാന്മാരുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കാം എന്ന രീതിയിലോ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് ഇതൊക്കെ ഉദ്ധരിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ആ രീതിയിൽ ഒരു വാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ താങ്കൾ ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ളക്ക് ഈ രീതിയിലെ വാദമുണ്ടോ? മഹാന്മാരുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് ചെയ്യാം എന്നുള്ള വാദം ഉണ്ട് എങ്കിൽ താങ്കൾ അതായിരുന്നു കാണിക്കേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ ഉലമാക്കൾ ആ രീതിയിലുള്ള വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതായിരുന്നു കാണിക്കേണ്ടത്. അതല്ലല്ലോ താങ്കൾ ചെയ്തത്. ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം നടന്ന ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ അതൊന്നും ദീനിൽ തെളിവായി പരിഗണിക്കപ്പെടില്ല എന്നുള്ള സാമാന്യ ബോധം പോലും താങ്കൾക്ക് ഇല്ലാതെ പോയോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വീഡിയോയുമായി റിയാക്ഷൻ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ എന്താണ് പൊന്നുമോനെ താങ്കൾ ഉദ്ദേശിച്ചത്? മറിച്ച് ഇത് ഞാൻ ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണ്? ആ കാരണം എന്താണ്? താങ്കൾ തന്നെ പറ. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അപമാനകരം എന്ന് തോന്നിപ്പിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളുടെ അനുയായികളായിട്ടുള്ള മുജാഹിദുകളാണ്, മുജാഹിദ് പ്രൊഫൈലുകളാണ് ധാരാളം ഈ വീഡിയോയ്ക്ക് പല ക്യാപ്ഷനുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകളിലൊക്കെ ആയിട്ട് ഈ വിഷയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ആളുകളാണ്. ഞങ്ങൾ പ്രചരിപ്പിക്കും, അതിനെതിരെ സംസാരിക്കും, സ്വാഭാവികമാണ്. കാരണം ഇസ്ലാമിന്റെ ലേവലിൽ ഇത്തരം തോന്നിവാസങ്ങൾ നിങ്ങളെ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുമ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രബോധകൻ എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ആളുകൾ താങ്കളെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ ലേവലിൽ പ്രചരിപ്പിച്ച കള്ളക്കഥകൾ കേട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയാണ്. സ്വാഭാവികമാണ്. ഇത്തരം ഏർപ്പാടുകളുമായി നിങ്ങളെ മുസ്ലിയാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും താങ്കൾക്ക് വേണ്ട. നിങ്ങളുടെ ആളുകൾക്കാണ് ഇസ്ലാമിനെ അപമാനിക്കണമെന്നും അപഹാസ്യമായി സമൂഹത്തിന് മുമ്പിൽ കാണിക്കണമെന്നുമുള്ള താല്പര്യമുള്ളത്. അതല്ലാതെ ചിറ്റടി മീതൽ അബൂബക്കർ മുസ്ലിയാരെ പുതപ്പിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ട്രൗസറുമായി വന്ന് ഇത് ചിറ്റടി മീതൽ അബൂബക്കർ മുസ്ലിയാരുടേതാണ് 36 വർഷമായി എന്ന് പറഞ്ഞ കാക്കാക്കല്ല. അത് മാഷാ അല്ലാഹ് ഒക്കെ പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച മുസ്ലിയാക്കന്മാർക്കുമല്ല ഇസ്ലാം മതത്തെ പരിഹസിക്കണമെന്ന ചിന്ത. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച ആളുകൾക്കാണ് ഇസ്ലാമിനെ കരിവാരിത്തേക്കണം എന്നുള്ള ചിന്ത. നല്ല വിവരം തന്നെ കുബൂരി.
അത് യാഥാർത്ഥ്യമാക്കും വിധമായിരുന്നു നിങ്ങളുടെ ആളുകൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് വിനീതനായ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. എന്നിട്ട് ഈ വിനീതൻ എന്താണ് ഇവിടെ ചെയ്തു വെച്ചത്? അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത്, അതിനെ തള്ളിപ്പറയുകയാണോ ചെയ്തത്? താങ്കൾക്ക് അല്പമെങ്കിലും മാന്യതയുണ്ട് എങ്കിൽ, താങ്കൾ ഇപ്പോൾ ഈ ന്യായീകരിക്കുന്നതിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ട് എങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഞങ്ങൾക്ക് ഈ പറയുന്ന ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരുടേതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ വള്ളി ട്രൗസറുമായി ഒരു ബന്ധവുമില്ല, ഈ കൊണ്ടുവന്ന ആളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഇത് സമസ്തക്കാരുടെ പേരിൽ വെച്ച് കെട്ടരുത് എന്ന് പറഞ്ഞ് അതിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കണമായിരുന്നു. താങ്കൾ ഇറക്കിയ 3 മിനിറ്റിനുള്ളിലുള്ള ആ വീഡിയോയിൽ എവിടെയെങ്കിലും താങ്കൾ അതിനെ തള്ളിപ്പറയുന്ന വല്ല രംഗവും ഉണ്ടോ? അതിനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കല്ലേ താങ്കൾ ചെയ്തത്? അള്ളാഹു അദ്ദേഹത്തിന്റെ നിയത്തനുസരിച്ച് പ്രതിഫലം കൊടുക്കുമെന്നുള്ള വാദമാണല്ലോ താങ്കൾ അവിടെ ഉന്നയിച്ചത്. ഉളുപ്പിലെ മുസ്ലിം രീതിയിൽ വന്ന് ഞൊണ്ടി ന്യായം പറയാം. പിന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു വെച്ചതും ആ രൂപത്തിൽ തന്നെയാണല്ലോ. മുജാഹിദുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് സലഫികളുടെ വായടപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നല്ലോ. അവിടെയും ന്യായീകരണം തന്നെയാണല്ലോ താങ്കൾ നടത്തിയത്, അതല്ലാതെ ഇതിനെ എതിർക്കാൻ വേണ്ടിയായിരുന്നു. ഇബ്നു തൈമിയ എന്ന നിങ്ങളുടെ പണ്ഡിതൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം ബാക്കി വന്ന വെള്ളം കുറെ ആളുകൾ കുടിക്കുകയും അതുപോലെ തന്നെ താളികൾ പരസ്പരം വിതരണം ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയായിരുന്നോ? അല്ലല്ലോ. ഇതിനെതിരെ സംസാരിക്കുന്നവരെ വായടപ്പിക്കുകയും വേണം, അതിനെ ന്യായീകരിക്കുകയും വേണം. ആ ഉദ്ദേശത്തോടെ തന്നെയാണ് താങ്കൾ സംസാരിച്ചു വെച്ചിട്ടുള്ളത്. ആ താങ്കളുടെ സംസാരം കേട്ട ഏതൊരാൾക്കും അത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് മുളുപ്പില്ലാതെ വന്ന് ന്യായീകരണം പറയുകയാണോ? ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുല്ലക്കോ അതല്ലെങ്കിൽ സലഫി ഉലമാക്കൾക്കോ ഈ രീതിയിലുള്ള വാദമുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ താങ്കൾക്ക് കൊണ്ടുവന്ന് കാണിക്കാമായിരുന്നല്ലോ. അങ്ങനെ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് താങ്കൾക്കും അറിയാം, താങ്കളുടെ കൂട്ടാരത്തിലുള്ള മുസ്ലിയാക്കന്മാർക്കും കൃത്യമായി അറിയാം. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ആദർശം പറയാൻ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇതിനെ ന്യായീകരിക്കുന്ന ഏറ്റവും സങ്കടകരമായ, എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സമസ്തക്കാരായ സുന്നികളായ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെ ന്യായീകരിക്കുകയാണ്. എവിടെ എത്തി? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ന്യായീകരിച്ചു എന്ന് പറഞ്ഞ് വിനീതനായി എന്നെയാണ് ഈ മൗലവി ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ട്രൗസർ ഇട്ട വെള്ളം കുടിക്കാമെന്നും ഇത് CM വലിയുള്ളാഹിയുടേതാണ് എന്നും ഇതെല്ലാവരും ഉപയോഗിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിനെ താങ്കൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരുടേതാണെന്ന് പറഞ്ഞുകൊണ്ടെന്ന ആ വള്ളി ട്രൗസറിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയണമായി. അങ്ങനെ ഒരു വർത്താനം പോലും താങ്കൾ പറയാതെ ഇവരെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ താങ്കൾ അതിനെ എതിർത്തുകൊണ്ടല്ല സംസാരിച്ചിട്ടുള്ളത്. താങ്കൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു വന്നത് ഒന്ന് മുജാഹിദുകളെ വായടപ്പിക്കണം, മറ്റൊന്ന് ആ പറയപ്പെട്ട വള്ളി ട്രൗസറിനെ ന്യായീകരിക്കണം. ഇത് തന്നെയാണ് താങ്കൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് താങ്കളുടെ വീഡിയോയിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ താങ്കളൊക്കെ അംഗീകരിക്കുന്ന അബൂ ഇസ്ഹാഖ് അശ്ശാത്തിബി റഹിമഹുല്ല ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലേ? അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെയാണല്ലോ പ്രൂഫ് പോയിന്റിലുള്ള പണ്ഡിതന്മാരും ചോദിച്ചിട്ടുള്ളത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ മഹത്തുക്കളിൽ നിന്ന് തബറുക്ക് എടുക്കാമെന്നാണ് എങ്കിൽ അത് സഹാബാക്കളിൽ നമ്മൾ കാണുമായിരുന്നു. അങ്ങനെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം ഷാത്തിബി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുല്ലക്കും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്കും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഷാത്തിബി റഹിമഹുല്ലക്കും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്കും അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലക്കും മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്കും മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉതൈമീൻ റഹിമഹുല്ലക്കും അതുപോലെ സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാർ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു വാദം ഉന്നയിക്കുമായിരുന്നു. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് എടുക്കുന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ മറ്റു മഹത്തുക്കളുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് എടുക്കുന്നതിന് കൃത്യമായ ഒരു തെളിവും തന്നെ ഇല്ല എന്നാണ്. അതാണ് സലഫി ഉലമാക്കൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു സ്വാലിഹ്യങ്ങളുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് ചെയ്യാൻ അത് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത്. അതല്ല, ഇതിന് കൃത്യമായ തെളിവുണ്ട് എന്നാണ് എങ്കിൽ താങ്കൾ അത് കാണിക്കണം. ഔലിയാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായി എടുത്ത് പറയാറുള്ളത് ആരെ കുറിച്ചാണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണോ? EK അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണോ? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണോ? അതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണോ? ആരെ കുറിച്ചാണ് മുസ്ലിയാരെ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സഹാബാക്കൾ തബറുക്ക് ചെയ്തിരുന്നോ? അവരുടെ ആസാറുകൾ കൊണ്ട് തബറുക്ക് ചെയ്ത വല്ല രേഖയും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെയാണല്ലോ കാണിക്കേണ്ടത്, അതൊക്കെയാണല്ലോ തെളിവായി കൊണ്ടുവരേണ്ടത്. താങ്കൾക്ക് അങ്ങനെ വല്ലതും കാണിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ഇല്ല എന്നാണ് ഇമാം ഷാത്തിബിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിയാരെ ആത്മീയ ചൂഷണം നടത്തുന്ന മതപുരോഹിതന്മാർ ഇത്തരത്തിലുള്ള ഏർപ്പാടുമായി വരുമ്പോൾ അതിനെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി, മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതപുരോഹിതന്മാർ മതവാണിഭം നടത്താൻ വേണ്ടി പലതും പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ രംഗപ്രവേശനം നടത്തുമ്പോൾ നാം വിഷയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.